ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല ചൂട് ചൂട് ഇലയടയുടെ റെസിപ്പിയാണ് കേട്ടോ. നല്ല വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന നല്ല സ്വീറ്റ് അടിപൊളി ഇലയടയുടെ റെസിപ്പി. അങ്ങനെ ഇതാ വാഴയിലൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒരു കാര്യം ഞാനല്ല ഉണ്ടാക്കുന്നത്, അമ്മയാണ്. അപ്പോൾ ഇതാ തേങ്ങയും വെല്ലവും കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് ആ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുക. പിന്നെ ഈ ഇത് മാവ് നമ്മൾ സെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഒറോട്ടിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് വെറും ചൂടുവെള്ളമല്ല, നോർമൽ വെള്ളത്തിൽ ഉപ്പിട്ട് കുഴച്ചിട്ട് റെഡിയാക്കി വെച്ചു. അങ്ങനെ ഇത് 2 ഏലക്കായും കൂടെ ഈ ഒരു മധുരത്തിൽ ഇടുന്നത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വാഴയിലയൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലേക്ക് ഓരോ പിടി ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ, അത് പരത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഒരു സൈഡിൽ നിന്ന് പരത്തി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കൽ മാത്രമാണ് ഒരു എന്താ പറയണ്ടത്, ഓൾ ഇൻ ഓൾ ആയിട്ട് വീഡിയോ എടുത്താൽ കൂട്ടത്തിൽ കൂടുന്നുണ്ട്. അമ്മയാണ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത്. അധികം തിക്കിലുമല്ല, എന്നാൽ അധികം നൈസിലും അല്ല, അങ്ങനെയാണ് പരത്തുന്നത്. എന്നാലേ കഴിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പോൾ ഇതാ ഓരോന്നിങ്ങനെ ഉരുട്ടി എടുത്തിട്ട് ഞാൻ പറഞ്ഞ അമ്മയൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നല്ല വൃത്തിക്കൊന്ന് പരത്തിത്താകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നല്ല വൃത്തിയിൽ ഇങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് പരത്തിയതാണ്. ഞാനിപ്പോൾ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ സെയിൻ്റെ ഒറോട്ടിപ്പൊടിയിനകത്ത് അടയാക്കുമ്പം നല്ല സോഫ്റ്റായിട്ട് നല്ല രസമുണ്ട് തിന്നാൻ. അങ്ങനെ നമ്മൾ ആ ഒരു തേങ്ങ ഇതും കൂടി ഇട്ട മാവല്ല, ആ മസാല ഇങ്ങനെ ഇടുക. അപ്പം ഞാൻ വന്ന് കാണുമ്പോൾ നടുക്ക് മാത്രം ഇട്ടിട്ട് 2 സൈഡിലും. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞു, ഒരു സൈഡിൽ മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ മൂടുമ്പോൾ 2 ഭാഗത്തേക്കും ആവുമല്ലോ, അല്ലെങ്കിൽ നടുക്ക് ഉണ്ടാവില്ല, ആ ഒരു മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ഞാൻ അമ്മ പരത്തിയതൊക്കെ ചെള്ളി എല്ലാടിയും ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് പരത്തി വെച്ചു കേട്ടോ. ഇനി നമ്മൾ നേരെ ഇത് അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. നിങ്ങൾ ഒരിക്കലും കത്തിക്കാനാണ് അല്ല, ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. ഈ സാധനം ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെടുത്ത് വന്ന് കഴുകി അതവിടെ വെക്കുമ്പോഴത്തേനും കയ്യും പൊള്ളി. അങ്ങനെ ഇതാ ഓരോന്നും പെറുക്കി വെക്കലാണ്. ഈ വെക്കുന്നതിലൊക്കെ ഒരു നാക്കുണ്ട് കേട്ടോ. ഞാൻ വെക്കുന്നത് പോലെയല്ല വെക്കേണ്ടത്, ചെരിച്ചാണ് വെക്കേണ്ടത്. ഞാനിങ്ങനെ കുത്തനെ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആ ഒരു വെള്ളത്തിൻ്റെ ഒക്കെ ഇത് ഒഴുകി വെള്ളത്തിലേക്ക് മറിയുന്നുണ്ടായിരുന്നു. ഇങ്ങനെയല്ല വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ അടുത്ത് വഴക്ക് കിട്ടി. പിന്നെ ഇങ്ങനെ അട്ടിക്കും വെക്കാൻ പാടില്ല, അതിൻ്റെ അകത്ത് ആവി കയറാനുള്ളൊരു ഗ്യാപ്പും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ വരവ് വെച്ചിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അമ്മ കണ്ടിട്ടില്ല. പിന്നെ എടുക്കുമ്പോഴാണ് അമ്മ കണ്ടത്. അങ്ങനെ ഇതാ തിന്നാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. നല്ല ചൂടട. പണ്ടൊക്കെ നമ്മൾ ഉപ്പിൽ ചപ്പിനകത്താക്കും കേട്ടോ അട. ഉപ്പിൽ ചപ്പ് എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കളിക്കാൻ വേഗമൊക്കെ ആക്കാനാൻ വേണ്ടിയിട്ട് ആക്കുന്നൊരു സംഭവം. ആ ഇലയാണ് വട്ടച്ചപ്പ് എന്ന് പറയും. അപ്പം ബാക്കി വന്ന വെള്ളത്തിൽ ഒരു ഉണ്ടയും കൂടെ ഞാൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ചൂടട ഇങ്ങനെ തുറന്നിങ്ങെടുത്തിട്ട് ഒരു കഷ്ണം ഇങ്ങനെ തിന്നതിൻ്റെ സ്വർഗ്ഗം മാമ, അടിപൊളി ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുള്ള. അപ്പം നിങ്ങളും തയ്യാറാക്കി നോക്കൂ. ബായ്.